ഈ കൂട്ടുകാരെന്ന് പറഞ്ഞ സാധനേ എനിക്ക് ഇത്രയും കൂട്ടുകാർ ഉണ്ടായിട്ട് എൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പം ഇരിക്കണ അമ്മ എനിക്ക് തിരിച്ചു തന്ന എൻ്റെ കൂട്ടുകാരാ. ഒരു 8 മാസം മുന്നേ അമ്മയ്ക്ക് വയ്യാണ്ടായി. വല്ല പെട്ടെന്ന് ഒരു അറ്റാക്കും ഒക്കെ കാണിച്ച് കാലിൻ്റെ കൂടെ ടൂറങ്ങ് പോയി. എന്നിട്ട് ഞങ്ങൾ പുറകിട്ട് പിടിച്ചോണ്ട് വന്ന ലിസിക്കാർ ഞങ്ങളോട് കൂടി. പക്ഷെ ആ സമയത്ത് എന്നാ പറയണേ, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള സകല കൂട്ടുകാരും കൂടെ നിന്ന് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്നാ പറയണേ, ഒരു നന്ദിയായിട്ട് തന്നെ ഞാൻ പറയാം. കാരണം വിനീതേട്ടനോടും നിവിനോടും പ്രത്യേകിച്ച് അജുവിനോടും അതുപോലെ തന്നെ ഉണ്ണി, നമ്മളെ പേരെടുത്ത് പറയേണ്ട കുറേ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞാൻ ചേട്ടാ എങ്ങനെ ഒരു പ്രശ്നത്തിലാണ് ഉള്ളത്. ഞാൻ ഒരു ദിവസം ഇവിടെ അമ്മ ഇങ്ങനെ പയ്യാണ്ട് കൂടെ വീണു രാത്രിയിൽ. ഇവിടുന്ന് എടുത്ത് ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ, സിനിമ എന്ന് പറഞ്ഞ സാധനത്ത് വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അമ്മയാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആളായിരുന്നേ, ഇൻഷുറൻസ് എൻ്റെ ഏജന്റ് ആയിരുന്നു. അമ്മ സ്വന്തമായിട്ട് ഇൻഷുറൻസ് എടുത്തില്ല. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു. 2 ഓപ്പറേഷൻ ബാക്കിയുള്ളവരും യുവമാരെല്ലാം കൂടിയിട്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്തത്. ഒരു ദിവസം വെളുപ്പിന് 4 മണി സമയത്ത് ചെമ്മഞ്ചേട്ടനെ വിളിക്കാൻ, ചെമ്മഞ്ചേട്ടാ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവാം, എൻ്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ ആകെ പെട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ആ സമയത്ത് പോലും ആ വെളുപ്പിന് ആ നിമിഷ നേരം കൊണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് ഓരോ നിമിഷവും എൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയില്ലേ, ഈ സിനിമയിലുള്ളവർ തമ്മിൽ ഈ ഒരു ആത്മബന്ധമില്ല എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും യോജിക്കില്ല. എന്ന് ഇപ്പോൾ ഉള്ളവർ എല്ലാവരും പരസ്പരം ആത്മബന്ധമുള്ളവരാണ്. അത് ഒന്ന് പറയണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. കണ്ടിന്യൂ. ഞാൻ എൻ്റെ വർക്ക് ചെയ്തിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ തൊടുപുഴ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് എമർജൻസി ആയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ ടിനി ടോമ് അതുപോലെ തന്നെ കൈലേഷ് അവരുടെയൊക്കെ ബന്ധം വെച്ചിട്ടാണ് നമുക്ക് റോണി ഡോക്ടറെ കാണാൻ പറ്റിയത് പോലും. ഇവിടെ വന്നപ്പോൾ തന്നെ തിയേറ്ററിൽ കയറ്റി ചെയ്തേ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അവരൊക്കെ ഓർക്കാതിരിക്കാൻ സത്യം പറഞ്ഞാൽ 8 മാസം മുന്നേ സുമേഷ് ഏട്ടൻ ഇതുപോലെ ഒരു ദിവസം വിളിക്കുന്ന സമയം അല്ലേ ചേട്ടാ, സുമേഷ് ഏട്ടൻ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാ, ഓക്കെ ഞങ്ങൾ ഇന്റർവ്യൂവിന് റെഡിയാണെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് വയ്യാണ്ടാവണേ. അതിനുശേഷം 8 മാസം കൂടി ഓണത്തിനാണ്, ഓണത്തിന്റെ പിറ്റേ തലേ ദിവസം ഓർക്കാൻ എളുപ്പമുണ്ട്. ഇവൻ വന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടി എടുത്തു തന്ന് ഇവര് തിരുവനന്തപുരത്തിന് പോയി. ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പൊ അത് ഭയങ്കര തിരുവനന്തപുരത്ത് ഞാൻ തിരിച്ചു വന്നെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ട് റോണി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അവനും കൂടെ കൂടിയിട്ട് എങ്ങനെ എത്തിയെന്ന് തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ.